എല്ലാവർക്കും സാനീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇടിഞ്ചക്കയുടെ കാലമാണ്. ഇടിഞ്ചക്ക കൊണ്ട് നമ്മൾ പല കറികൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഒരു ഇടിഞ്ചക്ക എടുത്ത് മുറിച്ച് അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് മുള്ളും ചെത്തിക്കളഞ്ഞ് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. സ്നാക്കാണ് ഉണ്ടാക്കുന്ന ഇടിഞ്ചക്ക ഫ്രൈ. അതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി കളറിന് വേണ്ടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കോൺഫ്ലോർ, മൈദയായാലും മതി, നല്ല ക്രിസ്പി ആവുന്നതിന് വേണ്ടിയാണ്, 1 ടേബിൾ സ്പൂൺ അപ്പത്തിൻ്റെ പൊടി അരിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത്, ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്തിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക ചേർത്ത് കൊടുക്കാം. ഇടിഞ്ചക്ക അരിയുമ്പോൾ കളറൊന്ന് മാറി വരുമ്പോൾ കുഴപ്പമില്ല. ഈ മസാലയൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടാവുമ്പോൾ ഓരോന്നായി പറക്കിയിട്ട് കൊടുക്കുക. ഒരുമിച്ച് കൂട്ടിയിടരുത്. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി 2 വശം മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കോരി ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും ഇൻറ്റിമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, 2 വറ്റൽമുളക്, 2 പച്ചമുളക് ഇതും കൂടെ ഫ്രൈ ചെയ്ത് ചേർത്ത് നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും. നമുക്ക് ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നിങ്ങളും ട്രൈ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇടിഞ്ചക്കയുള്ള കാലത്ത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ധാരാളം കഴിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.